വെൽക്കം ടു ടെക് പി എസ് സി. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് എ സി മെഷീൻസിന് കീഴിൽ വരുന്ന ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന പോർഷനാണ്. ഓക്കെ, സോ ട്രാൻസ്ഫോമേഴ്സ് പേര് വളരെ സുപരിചിതമായിട്ടുള്ള, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ മെഷീനാണ്, ഒരു ഡിവൈസ് ആണ്. നമ്മൾ റോഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് റോഡിലൊക്കെ ഇരിക്കുന്നതാണ്. നമ്മുടെ വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന, സപ്ലൈ ചെയ്യുന്ന ഒരു ഡിവൈസും കൂടെയാണ്. ഓക്കെ, സോ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ഇൻഡെപ്തിലേക്ക്, ആ പോർഷനിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് മെയിനായിട്ട് കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രാൻസ്ഫോമർ, അതെന്താണ് അതിന്റെ ഒരു പേർപ്പസ്, അല്ലെങ്കിൽ അതിന്റെ യൂസ് എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ, എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു, പിന്നെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്തിന്റെ ബേസിലാണ് അത് വർക്ക് ചെയ്യുന്നത്, പിന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തൊക്കെ പാർട്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്, ഓരോ പാർട്സിന്റെയും ഉപയോഗം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ പാർട്സ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ ഒരു ട്രാൻസ്ഫോമർ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ എ സിയിലാണോ ഡി സിയിലാണോ, ഇനി എ സിയിലാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് ഡി സിയിൽ പ്രവർത്തിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പല തരം ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ എത്ര തരം ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെ വിധത്തിലാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഈ ഇക്വേഷൻസ് വരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഇ എം എഫ് ഇക്വേഷൻ ഉണ്ടാവും. പിന്നെ അതിന്റെ എന്താണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കണം, ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി ഐഡിയൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ അല്ല എന്നുണ്ടെങ്കിൽ ഇൻ റിയാലിറ്റി അതിൽ എന്തൊക്കെയാണ് ലോസസും കാര്യങ്ങളും വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പൊ എന്തൊക്കെ തരം ലോസസ് ആണ് ഒരു ട്രാൻസ്ഫോമറിൽ ഉള്ളത്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഈ ലോസസ് കാരണം എഫിഷ്യൻസി എങ്ങനെയായിരിക്കും അഫക്റ്റഡ് ആവുന്നത്. സോ അപ്പൊ എത്രയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിവൈസസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ഒരു റഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 95 to 97% വരെയൊക്കെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ലോസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഈ എഫിഷ്യൻസി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് നമ്മൾ പറയുന്നുണ്ടാവുക. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ട് ഓൾ ഡേ എഫിഷ്യൻസി, അതായത് ഒരു ഫുൾ ഡേ, ഒരു 24 hours വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ട്രാൻസ്ഫോമർ, it is an electrical device used to transfer electrical energy from one AC circuit to another circuit without change in frequency. അതായത് നമുക്ക് എന്താണ് പവർ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു എന്താ പറയാ, സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് ഫ്രീക്വൻസിയുടെ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ആൻഡ് ഇറ്റ്സ് എ സ്റ്റാറ്റിക് ഡിവൈസ്, അതായത് അതിന് മൂവിങ് പാർട്സ് ഒന്നും ഇല്ല, എല്ലാം സ്റ്റേഷനറി ആയിട്ടുള്ള പാർട്സ് ആണ്. ആൻഡ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആൻഡ് ഡ്യൂറബിൾ. ഡ്യൂറബിൾ എന്ന് പറയുന്നതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലാസ്റ്റിംഗ് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഡിവൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും എന്താണത്, ലാസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, പുറത്ത് നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ വെയിലും മഴയും എല്ലാം കൊണ്ട് ഇത് നിൽക്കുകയാണ്, നമുക്ക് സ്റ്റിൽ ഇത് പ്രവർത്തിക്കുന്നു, ഒരു പ്രശ്നമില്ലാതെ കുറെ വർഷങ്ങളായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ടാവും, വേറെ കേടുപാടുകളൊന്നും ഇല്ലാതെ. അൺലെസ് അത് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഇലക്ട്രിക്കൽ എന്താ പറയാ ഫോൾട്ടുകളോ എല്ലാം സംഭവിക്കുമ്പോഴോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും അതിന് എന്തെങ്കിലും ഒരു റിപ്പയറോ കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അല്ലാത്ത പക്ഷം നോക്കുമ്പോഴത്തേക്ക് എന്താണ്, അത് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇത്. സോ അതുകൊണ്ടാണ് അത് സിമ്പിൾ ആൻഡ് ഡ്യൂറബിൾ കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് ഹൈ, നേരത്തെ ഞാൻ പറഞ്ഞത് അല്ലെ, ഒരു 95 to 97 or 99 വരെ നമുക്ക് എഫിഷ്യൻസി കിട്ടാറുള്ള ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ടു ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് കോയിൽസ്.
നമുക്കറിയാം രണ്ട് കോയിലുണ്ട്, പ്രൈമറി കോയിൽ ഉണ്ടാവും, സെക്കൻഡറി കോയിൽ ഉണ്ടാവും ഒരു ട്രാൻസ്ഫോമറിൽ. അപ്പോ ഈ രണ്ട് കോയിലിന്റെയും ഇടയിലുള്ള ഒരു മ്യൂച്വൽ ഇൻഡക്ഷന്റെ ബേസിസിലാണ് ഈ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. സോ നമുക്കറിയാം ട്രാൻസ്ഫോമർ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതായത് ഒരു കറണ്ട് ക്യാരിങ് ഒരു കോയിലിൽ ഒരു കോയിലിൽ നമ്മൾ എന്താണ് ഒരു വേരിയിങ് ആയിട്ടുള്ള വോൾട്ടേജ്, അതായത് എ സി പ്രൊവൈഡ് ചെയ്യുമ്പോൾ, എ സി സപ്ലൈ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആവും. ആൻഡ് ഇതിന് നിയർ ബൈ ആയിട്ട് നമ്മൾ വേറൊരു കോയിലും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഈ ഇനിഷ്യൽ കോയിലിൽ ഉണ്ടാവുന്ന ആ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ബേസിസിൽ ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഫ്ലക്സിന്റെ ബേസിസിലായിരിക്കും സെക്കൻഡറി കോയിലിലേക്ക് ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ബേസിസിലാണ് നമുക്ക് ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. ഇതില് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ കോയിൽസ്, ഈ രണ്ട് കോയിൽസും ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആണ്. അത് ഒരു കണക്ഷൻ അങ്ങോട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. ബട്ട് ദ മാഗ്നറ്റിക്കലി ലിങ്ക്ഡ്. കാരണം എന്താ, ഒരേ ഇത് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണമുള്ള ആ ഒരു ഫ്ലക്സ് ഉണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം എന്താണ്, ഈ രണ്ട് കോയിൽസും കണക്റ്റഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ദ ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആൻഡ് മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ദ മാഗ്നറ്റിക്കലി ലിങ്ക് ത്രൂ ലോ റിലക്ടൻസ് പാത്ത്, വളരെ ലോ ആയിട്ടുള്ള റിലക്ടൻസ് ഉള്ള ഒരു പാത്ത് ത്രൂ ആയിരിക്കും അത് ലിങ്ക്ഡ് ആയിട്ട് ഉണ്ടാവുക. അതായത് ലോ റിലക്ടൻസ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു കോർ ആയിരിക്കും. ഈ കോർ എന്ന് പറയുന്ന ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആകുമ്പോഴത്തേക്ക് അതിന്റെ കമ്പാരിറ്റീവ്ലി റിലക്ടൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതാകുമ്പോൾ ഈസിലി നമുക്ക് ഈ ഫുൾ ഫ്ലക്സും യൂസ് ചെയ്യാൻ പറ്റും. വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ ഈ ഫ്ലക്സ് മൊത്തം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ലോ റിലക്ടൻസ് പാത്ത് യൂസ് ചെയ്യുന്നത്. And its working principle, the working of the transformer is based on the principle of mutual inductance between two coils which are magnetically coupled. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സോ പ്രൈമറിയിൽ ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ വോൾട്ടേജ് കാരണം എന്താണ്, ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഫ്ലക്സ് സെക്കൻഡറി കോയിലിൽ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫ്ലക്സ് കട്ടിങ്, അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഇതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ ഫ്ലക്സ് സെക്കൻഡറി വോൾട്ടേജിൽ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നു. സോ സെക്കൻഡറിയിൽ അങ്ങനെ ഒരു എന്താ പറയുക സപ്ലൈ വരുന്നു, അല്ലെങ്കിൽ ഒരു പവർ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു ഇ എം എഫ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഈ സെക്കൻഡറി സൈഡിലുള്ള ആ വൈൻഡിങ്സ് നമ്മളൊരു ലോഡിലേക്ക് കണക്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഒരു കറണ്ട് ഫ്ലോയും അതിന്റെ ബേസിൽ ഉണ്ടാവുന്നതാണ്. സോ പ്രൈമറി സൈഡിലുള്ള വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജ്, ആ സൈഡിലുള്ള കറണ്ടിനെ നമുക്ക് പ്രൈമറി കറണ്ട് എന്ന് പറയാം. ആൻഡ് എത്ര ടേൺസ് ആണ് നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിന്റെ ബേസിലാണ് അതിന്റെ ടേൺ നമ്പർ പറയുക. ആൻഡ് പ്രൈമറി വൈൻഡിങ്ങിലെ ടേൺ നമ്പേഴ്സ് നമ്മൾ N1 എന്ന് പറയും. സെക്കൻഡറി വൈൻഡിങ്ങിൽ വരുന്ന ടേൺ നമ്പേഴ്സിനെ നമ്മൾ N2 എന്ന് പറയും. സിമിലർലി secondary current I2, secondary voltage V2. So when an alternating voltage is applied to the primary winding of the transformer, an alternating flux, which is called the mutual flux, is produced in the core. നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും, പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇതെന്താണ്, കോറിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. And this alternating flux links both the windings magnetically and induces EMF E1 in the primary winding and E2 in the secondary winding. ഈ നമ്മുടെ ഫ്ലക്സ് കാരണം, ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് കാരണം എന്താണ്, നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിൽ E1 എന്നുള്ള ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും. ആൻഡ് സെക്കൻഡറിയിൽ E2 എന്ന് പറയുന്ന ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും. ആൻഡ് E1 നമ്മൾ പ്രൈമറി EMF എന്നും E2 സെക്കൻഡറി ഇ എം എഫ് എന്ന് നമുക്ക് പറയുന്നുണ്ടാവും. ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ടേൺസ്. എത്ര ടേൺസ് ആണ്, നേരത്തെ പറഞ്ഞു നമ്മൾ ആ വൈൻഡിങ്ങിൽ എത്ര ടേൺ ഉണ്ട്, അതിന്റെ ബേസിസിലായിരിക്കും ഈ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ആണ്, അതിന്റെ വാല്യൂ ആണ് ആ ഇ എം എഫിനുള്ളത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതിന്റെ നമ്പർ ഓഫ് ടേൺസ് വെച്ചിട്ടാണ്. And
ഇഫ് N2 is greater than N1, അതായത് നമ്മുടെ സെക്കൻഡറി വൈൻഡിങ്ങിലെ ടേൺസ് നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് ടേൺസിനെക്കാട്ടിയും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത്, സെക്കൻഡറി EMF എന്ന് പറയുന്നത് പ്രൈമറി EMFനെക്കാട്ടി കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും, അതായത് നമ്മളൊരു കുറഞ്ഞ വോൾട്ടേജിൽ നിന്ന് കൂടിയ വോൾട്ടേജിലേക്ക് ഒരു ട്രാൻസ്ഫോമറിന്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ പ്രൈമറി വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ്, പ്രൈമറി വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജിനെക്കാട്ടി കുറവാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനെക്കാട്ടിയും കൂടുതൽ വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാം. ഇനി അതേസമയം സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനെക്കാട്ടിയും കുറഞ്ഞു വരികയാണ്, അതായത് N2, സെക്കൻഡറി വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്ന N2 പ്രൈമറി വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്ന N1നെക്കാട്ടി കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനെക്കാട്ടി കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാം. സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുമ്പോൾ പ്രൈമറിയെക്കാട്ടി കൂടുമ്പോഴത്തേക്കും സ്റ്റെപ്പ് അപ്പ്, കാരണം അതിനെക്കാട്ടി ഒരു സ്റ്റെപ്പ് മേളിലേക്കാണ് വോൾട്ടേജ് നമ്മൾ റൈസ് ചെയ്യുന്നത്, അല്ലെ. ആൻഡ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പ്രൈമറി വോൾട്ടേജിനെക്കാട്ടി സെക്കൻഡറി വോൾട്ടേജ് കുറവായിരിക്കും. സോ ഒരു സ്റ്റെപ്പ് താഴേക്കാണ് ഇത് പോകുന്നത്. സോ അതാണ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ആൻഡ് സി ബേസിക്കലി നമ്മൾ ഈ പറയുന്ന എന്താ പറയാ, ഒരു എനർജി ട്രാൻസ്ഫോമർ, നെറ്റ് എനർജി അല്ലെങ്കിൽ നെറ്റ് പവർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അതിൽ വ്യത്യാസം ഉണ്ടാകത്തില്ല. വോൾട്ടേജിന്റെ വാല്യൂ ആണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്, കേട്ടോ. And if a load is now connected across the secondary winding, the EMF E2 will cause a load current I2 to flow through the load. നേരത്തെ പറഞ്ഞത് എന്താണ്, നമ്മൾ ഈ സെക്കൻഡറി വൈൻഡിങ് സൈഡിൽ ഒരു ലോഡ് കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതെന്തോ ആവട്ടെ, ഇപ്പോൾ ഒരു റെസിസ്റ്റീവ് ലോഡ് ആവാം, ഇൻഡക്റ്റീവ് ലോഡ് ആവാം, കപ്പാസിറ്റീവ് ലോഡ് ആവാം. സോ ഇതിലേത് എന്താണെങ്കിലും, ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും, ഒരു ലോഡ് നമ്മൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, ഈ EMF E2 എന്ന് പറയുന്നതിൽ അത് കാരണം ഈ ലോഡിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡറി വൈൻഡിങ്ങിൽ I2 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ. ആൻഡ് കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന പാർട്ട് എന്ന് പറയുന്ന കോറാണ്. ഓക്കെ. സോ ഈ കോർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു സപ്പോർട്ടായിട്ടാണ്, നമ്മുടെ ഒരു വൈൻഡിങ്ങിന് സപ്പോർട്ടായിട്ട് അത് ആക്ട് ചെയ്യാം. ഈ കോർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയാ, ലോ റിലക്റ്റൻസിലുള്ള ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഭാഗവും കൂടെയാണ്. നോർമലി നമുക്ക് വേണമെങ്കിൽ ഈ ലോ റിലക്റ്റൻസ് പാത്ത് എന്നുള്ള രീതിയിൽ എയർ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ പ്രോപ്പറായിട്ട് നമുക്ക് ലോ റിലക്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ഫെർമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യണം. സോ അതുകൊണ്ട് നമുക്ക് അയൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റീൽ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ യൂസ് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ ഗ്രേഡ് ആയിട്ടുള്ള സിലിക്കൺ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിൽ 4% സിലിക്കന്റെ കണ്ടന്റ് ഉണ്ടാവും. സോ ഈ ഹൈ ഗ്രേഡിലുള്ള സിലിക്കൺ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു ചുമ്മാ ഒരു എന്താ പറയാ, ഒരു സിലിക്കൺ സ്റ്റീലിന്റെ ഒരു ബാറോ അല്ലെങ്കിൽ അതിന്റെ ഒരു പീസ് നമ്മൾ വെക്കുന്നതല്ല. ഇത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയാ ലോസസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ലാമിനേറ്റഡ് ഷീറ്റ്സ് ആയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ ഷീറ്റ് ആയിട്ട് അതിനെ സ്റ്റാക്ക് ചെയ്ത് വെക്കും. ഇങ്ങനെ അടുക്കി ആയിരിക്കും നമ്മൾ വെക്കുന്നുണ്ടാവുക. ഇതിന്റെ അതാണ് നമ്മൾ കോറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. വളരെ തിന്നായിട്ടുള്ള ലാമിനേറ്റഡ് ആയിട്ടുള്ള സിലിക്കൺ സ്റ്റീലിന്റെ ഷീറ്റ്സിനെ നമ്മൾ പരസ്പരം ഇൻസുലേറ്റ് ചെയ്തിട്ട്, അതായത് വാർണിഷ് പോലുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇൻസുലേഷൻ ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ അടുപ്പിച്ച് സ്റ്റാക്ക് ചെയ്ത് വെക്കും. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ആണത് കോറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അങ്ങനെ it offers a magnetic flux flow channel with minimal resistance. ഓക്കെ. മിനിമൽ റെസിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് മിനിമൽ റിലക്റ്റൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, കേട്ടോ. ആൻഡ് laminated and coated, it is laminated and coated with an oxide layer to reduce the iron losses. ലോസസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എന്താണ് ലാമിനേറ്റ് ചെയ്യുന്നത് ഒരു ഓക്സൈഡ് ലെയർ യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ. ആൻഡ് ഈ കോറിലായിരിക്കും നമ്മൾ വൈൻഡിങ്സ് ചുറ്റുക. ഓക്കെ. സോ അപ്പോൾ വൈൻഡിങ്സിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടെ ആവുകയാണ് കോർ എന്ന് പറയുന്നത്. ഓക്കെ. കുറച്ചൊരു നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. ആൻഡ് വൈൻഡിങ് ഇറ്റ് റിസീവ്സ് എനർജി, വൈൻഡിങ് വിച്ച് റിസീവ്സ് എനർജി, നമ്മൾ എനർജി റിസീവ് ചെയ്യുന്ന വൈൻഡിങ്ങിനെ നമുക്ക് പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കാം.
നമ്മൾ ആദ്യം ഒരു എ സി സപ്ലൈ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. സോ ആ എനർജി റിസീവ് ചെയ്യുന്ന വൈൻഡിങ്ങിനെ നമുക്ക് പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കാം. ആൻഡ് ഡെലിവർ ചെയ്യുന്ന എനർജി ഡെലിവർ ചെയ്യുന്ന വൈൻഡിങ്ങിനെ നമുക്ക് സെക്കൻഡറി വൈൻഡിങ് എന്ന് വിളിക്കാം. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഹൈ ഗ്രേഡ് കോപ്പർ. ഈ വൈൻഡിങ് ഹൈ ഗ്രേഡ് കോപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവുക. ആൻഡ് ഇറ്റ് യൂസസ് പേപ്പർ ഇൻസുലേഷൻ ഫോർ സപ്പോർട്ടിങ് ദ വൈൻഡിങ്. നമ്മൾ ഈ വൈൻഡിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ ഇൻസുലേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പലതരം ഇൻസുലേഷൻസ് ഉണ്ടാവും. സോ അതിൽ പേപ്പർ ഇൻസുലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അടുത്ത് വരുന്നത് കൺസർവേറ്റർ എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ്. ഇത് മെയിൻ ആയിട്ട് ഒരു റിസർവോയർ ടാങ്ക് പോലെ ആയിരിക്കും, ഇതൊരു ബഫർ ആയിട്ടായിരിക്കും ഇത് മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. വേറൊന്നുമല്ല, നമ്മുടെ ഈ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഈ പറയുന്ന കോറും വൈൻഡിങ്സും എല്ലാം കൂടെ നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ടാങ്കിലായിരിക്കും ഇറക്കി വെക്കുക. ഈ ട്രാൻസ്ഫോമർ ടാങ്കിൽ ഇറക്കി വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് ട്രാൻസ്ഫോമർ ഓയിൽ ഉണ്ടാവും. ഈ ട്രാൻസ്ഫോമർ ഓയിൽ ബേസിക്കലി നമ്മുടെ ഒരു ഇൻസുലേഷൻ ആയിട്ടും അതേപോലെ തന്നെ എന്താണ് ഒരു ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ, ഇപ്പൊ നമ്മള് സപ്ലൈയും കാര്യങ്ങളൊക്കെ പോകുന്നതല്ല, അപ്പൊ ഓട്ടോമാറ്റിക്കലി വൈൻഡിങ്സും കാര്യങ്ങളൊക്കെ ചൂടാവുമല്ലോ. സോ അപ്പോൾ ഈ ചൂട് ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിപ്പേറ്റിംഗ് എന്താ പറയുക ഡിസിപ്പേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഈ ട്രാൻസ്ഫോമർ ഓയിൽ ആക്ട് ചെയ്യും. സോ ചൂടാവുകയും തിളക്കുകയും അതുപോലെ തന്നെ തണുക്കുകയൊക്കെ ചെയ്യുമല്ലോ. ആ സമയത്ത് എക്സ്പാൻഷനും കോൺട്രാക്ഷനും സംഭവിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ഈ ട്രാൻസ്ഫോമർ ഓയിലിന്റെ ലെവൽ ആ ടാങ്കിനകത്ത് വേരി ചെയ്യും. ഒരു പരിധിക്കപ്പുറം എന്താണ് ഇത് താഴോട്ട് പോകാനും പാടില്ല, മേലോട്ട് അത് കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉൾക്കൊള്ളാനും പാടായിരിക്കുമല്ലോ. സോ മിനിമം ആ നമ്മുടെ ട്രാൻസ്ഫോമർ കോറിന്റെ ഈ ലാമിനേറ്റഡ് ഷീറ്റ്സ് അല്ലേ, ഈ ലാമിനേറ്റഡ് ഷീറ്റ്സ് എല്ലാം എന്താണ് ഓയിലിൽ മുങ്ങി നിൽക്കണമെന്നാണ്. അപ്പൊ ആ ലെവലിൽ താഴെ പോയി കഴിഞ്ഞാൽ ഇത് എക്സ്പോസ്ഡ് ആവും. അങ്ങനെ ആവാൻ പാടില്ല. സോ ഈ ഒരു ലെവല് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് കൺസർവേറ്റർ ടാങ്ക് വർക്ക് ചെയ്യുന്നത്. അതായത് ലെവൽ കുറയുന്ന സമയത്ത് ട്രാൻസ്ഫോമർ ഓയിലിന്റെ ലെവല് ടാങ്കിനകത്ത് കുറയുന്ന ടൈമിന് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൺസർവേറ്റർ ടാങ്കിൽ നിന്ന് കുറച്ച് ഓയിൽ ഇതിലേക്ക് വരും. ആൻഡ് അതേസമയം എന്താണ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, ഓയിൽ എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ വരുന്ന സമയത്ത് എന്താണ് എക്സസ് വരുന്ന ഓയിൽ എങ്ങോട്ടെങ്കിലും മാറണമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാൻ തൽക്കാലമായിട്ട് അതൊന്ന് കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി എന്താണ് ഈ കൺസർവേറ്റർ ടാങ്കിലേക്ക് ആയിരിക്കും അത് പോകുന്നുണ്ടാവുക. സോ ഈ കൺസർവേറ്റർ ടാങ്ക് ഒരിക്കലും നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ നിറയ്ക്കാറില്ല, ഒരു ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ടാങ്ക് ആയിരിക്കും കൺസർവേറ്റർ ടാങ്ക് എന്ന് പറയുന്നത്. കാരണം എക്സസ് ആയിട്ടുള്ള ഓയിൽ വരുമ്പോഴത്തേക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ. സോ അതുകൊണ്ട് ഒരു ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ടാങ്ക് ആയിരിക്കും കൺസർവേറ്റർ ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇറ്റ് is situated above the transformer tank and bushings. ഓക്കെ. ട്രാൻസ്ഫോമർ ടാങ്കിന്റെയും ബുഷിൻസിന്റെ മേളിലായിട്ടാണ് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. ആൻഡ് ഇറ്റ് ഹാസ് എയർ ടൈറ്റ് ഇറ്റ് ഹാസ് എൻ എയർ ടൈറ്റ് സിലിണ്ട്രിക്കൽ മെറ്റൽ ഡ്രം. ഓക്കെ. ഒരു സിലിണ്ട്രിക്കൽ എയർ ടൈറ്റ് ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ മെറ്റൽ ഡ്രം ആയിട്ട് ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ടേക്സ് അപ്പ് കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഓയിൽ വിതൗട്ട് അലോവിങ് ഇറ്റ് ടു കം ഇൻ കോൺടാക്ട് വിത്ത് ദ ഔട്ട്സൈഡ് എയർ. ഓക്കെ. പുറത്തെ വായുവായിട്ട് കോൺടാക്ട് വരാത്ത രീതിയിലാണ് ഇതിന്റെ ഓയിലിന്റെ കോൺട്രാക്ഷനും എക്സ്പാൻഷനും എല്ലാം ഇത് മാനേജ് ചെയ്യുന്നത്. പുറത്തെ എയറുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇംപ്യൂരിറ്റീസ് വരാം, കണ്ടാമിനേറ്റഡ് ആവാനൊക്കെയുള്ള സാധ്യതകളുണ്ട് ഈ ഓയിൽ എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനത്തിന് അത് ബാധിക്കുന്നുണ്ടാകും. സോ അത് ബാധിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അത് എയർടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ വരുമ്പോൾ കണ്ടാമിനേഷൻസ് വരുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നുള്ളതാണ് ബ്രീത്തർ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് ചെയ്യുന്ന ഒരു അതിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടാമിനേഷൻസ് അല്ലെങ്കിൽ ഈ ഇംപ്യൂരിറ്റീസിനെ നമുക്ക് എങ്ങനെ മാറ്റാം, കോമ്പൻസേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇത് ഓയിലിനെ കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് ബ്രീത്തറിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെസൽ വിത്ത് എ ഡ്രൈയിങ് ഏജന്റ് ലൈക്ക് സിലിക്ക ജെൽ ക്രിസ്റ്റൽ ഇംപ്രഗ്നേറ്റഡ് വിത്ത് കൊബാൾട്ട് ക്രിസ്റ്റൽ. ഓക്കെ. നമുക്ക് ഈ ഇതൊരു ചെറിയൊരു വെസൽ ആയിരിക്കും, അതിനകത്ത് എന്താണ് സിലിക്ക ജെല്ലിന്റെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ടുള്ള സിലിക്ക സെല്ലിന്റെ എന്താണ് ആയിരിക്കും അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ സിലിക്ക ജെല്ലില് കൊബാൾട്ട് ക്രിസ്റ്റലും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സോ ദാറ്റ് എന്താണ് നമ്മുടെ ഈ എയർ ഇൻടേക്ക് വരുമ്പോൾ, ട്രാൻസ്ഫോമറിലേക്കുള്ള എയർ ഇൻടേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് ഇതിന്റെ മോയിസ്ചറും ഡസ്റ്റും എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഓക്കെ. ഈ ഒരു സിലിക്ക ജെൽ കൊബാൾട്ട് ക്രിസ്റ്റൽ ആ ഒരു കോമ്പിനേഷൻ ഉള്ള ആ ഒരു കോമ്പൗണ്ട്
നമ്മുടെ ഈ വെസലിനകത്ത് വെക്കുമ്പോഴത്തേക്കും ഡ്രൈനേജിന്റെ ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് എയർ ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഈ ഇമ്പ്യൂരിറ്റീസ് എല്ലാം അത് ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് പ്യൂർ ആയിട്ടുള്ള എയർ ആയിരിക്കും അകത്തേക്ക് അതിന് വിടുന്നുണ്ടാവുക. സോ ഇറ്റ് റിമൂവ്സ് ദ മോയ്സ്ചർ ആൻഡ് ഡസ്റ്റ് ഫ്രം ദ എയർ എൻറ്ററിങ് ദ ട്രാൻസ്ഫോമർ, പ്രൊട്ടക്ടിങ് ദ ഇൻസുലേറ്റിംഗ് ഓയിൽ ഫ്രം degradation by filtering contaminants and drying the incoming air using silica gel, which prevents the loss of dielectric strength and ensures safe operation as oil expands and compacts with temperature changes. ഇതിപ്പോ നമ്മുടെ ഇമ്പ്യൂരിറ്റീസോ അല്ലെങ്കിൽ മോയ്സ്ചറോ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിന്റെ അകത്തുള്ള ഡയലക്ട്രിക് സ്ട്രെങ്ത്, ട്രാൻസ്ഫോമർ ഓയിലിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് അഫക്റ്റഡ് ആവും. ആൻഡ് അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ഡയലക്ട്രിക് സ്ട്രെങ്ത് കുറയുമ്പോഴത്തേക്കും അതിന്റെ ഓപ്പറേഷൻ കുറച്ചും കൂടെ എന്താണ് സേഫ് അല്ലാതാവും, അതിന്റെ ക്വാളിറ്റി കുറയും. ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അടുത്ത് വരുന്നത് ടാങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം ഹൗസ് ചെയ്യുന്നു, നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ മെയിൻ പാർട്സ് എല്ലാം ഹൗസ് ചെയ്യും, അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിവൈസ് ആണ്, അതിന്റെ ഒരു കേസിംഗ് ആണ് ഈ ട്രാൻസ്ഫോമർ ടാങ്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന കോർ ആണെങ്കിലും ശരി, ലാമിനേറ്റഡ് ആയിട്ടുള്ള കോർ ഷീറ്റ്സ് ആണെങ്കിലും ശരി, അതിനെ ചുറ്റുന്ന വൈൻഡിങ്സ് ആണെങ്കിലും ശരി, ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഒരു ചട്ടക്കൂട് വേണം, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് വേണം, ഒരു ഫ്രെയിം വർക്ക് വേണം. ആ ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് ഈ ടാങ്ക് ആക്ട് ചെയ്യുന്നത്. സോ ഈ ടാങ്കിനകത്ത് നമ്മൾ ട്രാൻസ്ഫോമർ ഓയിൽ ഫില്ല് ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ കോറും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കുന്നു. പിന്നെ ഈ ടാങ്കിന്റെ സ്ട്രക്ചറിൽ തന്നെ നമ്മൾ ബാക്കി കൺസർവേറ്റർ ടാങ്ക്, ബുഷിൻസ്, ബ്രീത്തർ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. സോ മെയിൻ ആയിട്ട് അതിന്റെ മെയിൻ സ്ട്രക്ചർ ആയിട്ട് തന്നെ നമുക്ക് ടാങ്കിന് പറയാം. The core and the windings are protected from the elements such as rain and dust with the help of the tank, and it functions as an oil container as well as a support for all other transformer attachments. ബാക്കിയുള്ള ട്രാൻസ്ഫോമർ അറ്റാച്ച്മെന്റ്സിനൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ട്രാൻസ്ഫോമർ ഓയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ നിറച്ചിട്ട് അതിലേക്കാണ് ഇത് ഇറക്കി വെക്കുക എന്നുള്ളത് പറഞ്ഞത്. സോ ബേസിക്കലി ഈ ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയുന്നത് ഇൻസുലേഷൻ ആയിട്ടും ആക്ട് ചെയ്യും, അതേസമയം എന്താണ് ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യും. ആൻഡ് ദ മെജോറിറ്റി ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫോമർ ആർ സബ്മേർജ്ഡ് ഇൻ ഓയിൽ. ഈ ട്രാൻസ്ഫോമറിന്റെ മെജോറിറ്റി പോർഷനും എന്താണ് നമ്മൾ ഓയിലിൽ സബ്മേർജ്ഡ് ആയിരിക്കും. ഓക്കെ, and the transformer oil adds insulation between the conductors. It improves the heat dissipation from the coils and has fault detecting capabilities. ഈ ഓയിലിന് ഫോൾട്ട് ഡിറ്റക്ടിങ് കേപ്പബിലിറ്റീസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയാ, നമ്മൾ സബ്മേഴ്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വേരിയേഷൻസ് അല്ലെങ്കിൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളതിൽ വെക്കുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ടിപ്പിക്കലി മെയ്ഡ് ഓഫ് ഹൈഡ്രോകാർബൺ മിനറൽ ഓയിൽ. മെയിൻ ആയിട്ട് ഈ ട്രാൻസ്ഫോമർ ഓയിലിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അതൊരു ഹൈഡ്രോകാർബൺ മിനറൽ ഓയിലാണ് ട്രാൻസ്ഫോമർ ഓയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ബുഷിംഗ് ഹാസ് ദ കറന്റ് ക്യാരിങ് പാർട്ട് ഇൻ ഫോം ഓഫ് പോർസലൈൻ സിലിണ്ടർ. ഈ ബുഷിംഗ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസ്ഫോമറിനകത്തുള്ള വൈൻഡിങ്സിന്റെ എൻഡിങ് ഉണ്ടാവില്ല, കണക്ഷൻസ്, ഈ കണക്ഷൻസ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആ ടെർമിനൽസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ഒരു ഡിവൈസ് ആണ് ബുഷിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ പ്രൈമറി സൈഡ് വൈൻഡിങ്സിലുള്ള ആണെങ്കിലും ശരി, സെക്കൻഡറി സൈഡ് വൈൻഡിങ്സിലുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ഈ ടെർമിനൽസിനെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്താണ് നമുക്ക് സപ്ലൈയിലോട്ടും അതുപോലെ ലോഡിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ടെർമിനൽസിനെ യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ബുഷിങ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് മെയിൻ ആയിട്ട് അതൊരു നേരത്തെ പറഞ്ഞത് ഇത് കൊണ്ടുവരുന്നതുകൊണ്ട് അതൊരു കറന്റ് ക്യാരിങ് പാർട്ടാണ്. സോ ഈ കറന്റ് ക്യാരിങ് പാർട്ട് ബാക്കിയുള്ളതിലൊന്നും ടച്ച് ചെയ്ത് നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല, ഷോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. സോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു കറന്റ് ക്യാരിങ് പാർട്ട് നമ്മൾ ഒരു പോർസലൈൻ സിലിണ്ടർ, അതായത് നമ്മൾ ഇൻസുലേഷൻ ഉള്ള ഒരു സാധനമായിട്ടായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതിനകത്തൂടെ ആയിരിക്കും ഈ കറന്റ് ക്യാരിങ് പാർട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, so it is the current carrying part in the form of porcelain cylinder. Porcelain എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. And it is used to isolate the current carrying part, and the porcelain isolators can be used up to 33 kilowatt. Okay, 33 kilowatt വരെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ മെയിനായിട്ട് ഈ 33 കിലോ വോൾട്ട് വരെയുള്ള ട്രാൻസ്ഫോമേഴ്സിലായിരിക്കും നമ്മൾ പോർസിലൈൻ ഐസൊലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് 33 കിലോ വോൾട്ടിന് മേളിലുള്ള ട്രാൻസ്ഫോമേഴ്സിലാണെന്നുണ്ടെങ്കിൽ 33 കിലോ വോൾട്ടിന് മേളിൽ ആക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ബുഷിംഗ് എന്ന് പറയുന്നത് കണ്ടൻസർ ബുഷിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഓയിൽ ഫിൽഡ് ആയിട്ടുള്ള ടെർമിനൽ ബുഷിങ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ആൻഡ് ഈ രണ്ട് ബുഷിങ്ങിന്റെയും കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. സോ അത് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് റേറ്റിംഗിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ബുഷിംഗ് ഏതാണ്, എന്ത് ടൈപ്പാണ്, പോർസിലൈൻ ആണോ, ഓയിൽ ഫിൽഡ് ആണോ, കണ്ടൻസർ ആണോ, ഇതിന്റെ കോമ്പിനേഷൻ ആണോ എന്നൊക്കെയുള്ളത്. ഓക്കെ. ആൻഡ് ബുഷോൾസ് റിലേ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ട്രാൻസ്ഫോമർ ഓയിലിന് ഫോൾട്ട് ഡിറ്റക്ടിങ് കേപ്പബിലിറ്റീസ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ ബുഷോൾസ് റിലേ യൂസ് ചെയ്തിട്ടാണ് ഫോൾട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മെയിനായിട്ട് നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമർ നമ്മൾ കേട്ടിട്ടുള്ള എന്താണ്, ഒരു ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ടുള്ള ഫോൾട്ട് കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്യുന്ന ഒരു റിലേ എന്ന് പറയുന്നത് നമ്മുടെ മെയിനിൽ ആദ്യം വരുന്ന പേരാണ് ബുഷോൾസ് റിലേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത്. ഇത് പ്ലേസ് ചെയ്യുന്ന എപ്പോഴും എന്താണ്, നമ്മുടെ ട്രാൻസ്ഫോമർ ടാങ്കിന്റെയും കൺസർവേറ്റർ ടാങ്കിന്റെയും ഇടയിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇത് ഇന്റേണൽ ഫോൾട്ട് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ ഓയിൽ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സിലായിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടാവുക. കാരണം വേറൊന്നുമല്ല, ഈ ഓയിലുള്ള വേരിയേഷൻസ്, ഓയിലിന്റെ ലെവലിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ ഗ്യാസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള, അപ്പൊ ഈ ഓയിലിൽ നമ്മൾ ഹീറ്റ് കാരണം ഇത് തിളക്കുകയും അതുപോലെ തണുക്കുകയൊക്കെ ചെയ്യുമല്ലോ. ആ സമയത്ത് ഗ്യാസ് ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടാവും. സോ ഈ ഗ്യാസ് കാരണമുള്ള എന്താണ് ആക്ച്വേഷൻ, ഗ്യാസ് ആക്ച്വേറ്റഡ് ആയിട്ടുള്ളൊരു റിലേ ആണ് ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഒരു ഇതിൽ ഈ ചൂട് കാരണം ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നു, ഈ ഗ്യാസിന്റെ ബേസിസിലായിരിക്കും എത്രത്തോളം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് എന്താ പറയാ ഉണ്ടാവുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റിലേ ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനൊരു ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ എന്നും കൂടെ പറയുന്നത്. ഓക്കെ. ആൻഡ് ഇതിനെ പ്രീ ഫോൾട്ട് റിലേ എന്ന് പറയാറുണ്ട്. അതായത് ഫോൾട്ട് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിയിക്കുന്നുണ്ട്, അതിനെ പ്രീ ഫോൾട്ട് റിലേ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇത് 500 kVക്ക് മേളിലുള്ള ട്രാൻസ്ഫോമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത് നമ്മൾ 500 kVക്ക് മേളിലുള്ള ട്രാൻസ്ഫോമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റേറ്റിംഗ് ഉള്ള ട്രാൻസ്ഫോമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡിറ്റക്ട്സ് ലോസ് ഓഫ് ഓയിൽ കോസ്ഡ് ബൈ ലീക്സ് ആൻഡ് ഡിഫക്ട്സ് ലൈക്ക് ബ്രോക്കൺ കണ്ടക്ടേഴ്സ്, കൊറോഡഡ് ഓർ ബാഡ് കണക്ഷൻസ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ലീക്ക്, അതല്ലെങ്കിൽ ബ്രോക്കൺ കണ്ടക്ടേഴ്സ്, പിന്നെന്താണ് കൊറോഡഡ് ആയിട്ടുള്ള, അതായത് തുരുമ്പിച്ചു പോയിട്ടുള്ള, ദ്രവിച്ചു പോയിട്ടുള്ള, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കണക്ഷൻസ്, ഈ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എന്താണ് അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ബുക്കോൾസ് യൂസ് ചെയ്തിട്ട്. ഇങ്ങനെയുള്ള ഫോൾട്ടുകളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ബിറ്റ്വീൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫോമർ ടാങ്കിന്റെയും കൺസർവേറ്റീവ് ടാങ്കിന്റെയും ഇടയിലാണ് ഇത് കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഇത് മെയിനായിട്ട് വേറൊന്നുമല്ല, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബുക്കോൾസ് റിലേ ആക്ടിവേറ്റ് ആവുന്നു. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്താണ്, അത് സെൻസ് ചെയ്യുവാണ്, ഫോൾട്ട് ഉണ്ട് എന്നുള്ളത് സെൻസ് ചെയ്യാം. അപ്പൊ ഒരു വാർണിംഗ് ആയിട്ട് നമുക്ക് എന്താ പറയാ, ഇത് ഹീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു വാർണിംഗ് ഷോട്ട് പോലെയാണ് ബുക്കോൾസ് റിലേ ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ഈ ഗ്യാസ് എമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഗ്യാസ് കാരണം ഇത് നമുക്കൊരു വാർണിംഗ് തരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഒരു ഫോൾട്ട് സംഭവിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഓയിൽ ഉണ്ടല്ലോ, ട്രാൻസ്ഫോമർ ഓയിലിന്റെ ഒരു ഇൻഫ്ലോ അതിലേക്ക് ഉണ്ടാവും. ഇൻഫ്ലോ വരുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അതായത് ചെറിയ ഫോൾട്ട് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രീ ഫോൾട്ട് എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്യാസ് അത് എമിനേറ്റ് ചെയ്യുന്ന ടൈമിന് ഒരു വാർണിംഗ് ഷോട്ട് പോലെ നമ്മൾ ഓൺ ചെയ്യുന്ന രീതിയിൽ ഒരു അലാം വരുന്നുണ്ടാവും. അതേസമയം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വലിയൊരു ഫോൾട്ട് സംഭവിക്കുന്ന ടൈമിന് ഈ ട്രാൻസ്ഫോമർ ഓയിലിന്റെ ഒരു ഇൻഫ്ലോ അതിലേക്ക് വരും. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്കത് കട്ട് ചെയ്യുന്ന രീതിയിൽ ആ റിലേ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഈ രീതിയിലാണ് ബുക്കോൾസ് റിലേ ആക്ട് ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ്, ഒന്ന് ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു അലാം എന്നുള്ള രീതിയിലാണ്, അലാം സ്റ്റേറ്റ് എന്നുള്ള രീതിയിലും, രണ്ട് നമുക്ക് ആ ഒരു എന്താ പറയാ ഫ്ലോ കട്ട് ചെയ്യുന്ന രീതിയിൽ, സപ്ലൈ കട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് അതിന് വേറെ വലിയ ട്രബിൾ അല്ലെങ്കിൽ ഫോൾട്ടും കാര്യങ്ങളും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്. അതിന് നമുക്ക് ടാങ്കിന് വേറെ എന്താ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിൽ വേറെ വൈൻഡിങ്സും കാര്യങ്ങളൊക്കെ ഒന്നും കംപ്ലൈന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. ഇതിന്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത്, മിനിമം ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത്
0.1 സെക്കൻഡും ആൻഡ് ആവറേജ് ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 0.2 സെക്കൻഡ്സുമാണ്. മിനിമം 0.1ഉം ആവറേജ് 0.2 സെക്കൻഡ്സുമാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ഓൺലി ഫോൾസ് ബിലോ ദ ഓയിൽ ലെവൽ. ഓയിൽ ലെവലിൽ താഴെയുള്ള ഫോൾട്ടുകളായിരിക്കും ഇത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടാകുക. കാരണം നമുക്കറിയാം ഇത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് ആക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ഈ ഓയിൽ ലെവലിൽ താഴെയുള്ള ഫോൾട്ടുകളായിരിക്കും ഇത് മെയിനായിട്ട് കണ്ടുപിടിക്കുന്നുണ്ടാകും. ഓക്കെ. ആൻഡ് നമുക്ക് നേരത്തെ പറഞ്ഞു AC വോൾട്ടേജിലാണെങ്കിൽ ഒരു AC സപ്ലൈ കൊടുക്കുമ്പോഴാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. സോ എന്തുകൊണ്ടാണത് AC മാത്രം വർക്ക് ചെയ്യുന്നത്, DC എന്തുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല? നമ്മള് സ്റ്റാർട്ടിംഗ് ലൈനിന്റെ പ്രവർത്തനം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലക്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള സപ്ലൈ കൊടുക്കുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ജനറേറ്റ് ചെയ്യും. അതിന്റെ ബേസിസിലാണ് നമുക്ക് എന്താണ് ഒരു ഫ്ലക്സ് കട്ടിങ് സംഭവിക്കുന്നതും അതിന്റെ ബേസിലാണ് ഒരു EMF സെക്കൻഡറി സൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം ഒരു സെക്കൻഡറി സൈഡിൽ EMF ജനറേറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ് അത് കാരണമാണ് നമ്മൾ പറഞ്ഞത്. സോ ഒരു ചേഞ്ചിങ് ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഒരു ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, കട്ടിങ് സംഭവിക്കുകയുള്ളൂ, EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടത്തുള്ളൂ. AC ആണെങ്കിൽ അത് സാധ്യമാണ്, കാരണം അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഇനി നമ്മൾ കൊടുക്കുന്ന സപ്ലൈ DC ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് സ്റ്റേറ്റ് അതിലുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു എന്താ പറയാ DC ആ ഒരു ഓൾട്ടർനേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സപ്ലൈ ആയിരിക്കും പോകുന്നുണ്ടാവുക. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ചേഞ്ച് അവിടെ വരുന്നില്ല. നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ് ഫ്ലക്സ് എന്നുള്ള രീതിയിലല്ല പറയാം, d∅dt അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. സോ അപ്പോൾ ഫ്ലക്സ് കട്ടിങ് അവിടെ വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല, വിത്ത് ടൈം അതിൽ ഫ്ലക്സിൽ വേരിയേഷൻസ് വരുന്നില്ല, കട്ട് ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് DC നമുക്ക് ഇത് വർക്ക് ചെയ്യാത്തത്. ബട്ട് ഒരു കാര്യം സംഭവിക്കും, നമ്മൾ സ്വിച്ച് ഓണും ഓഫും ചെയ്യുന്ന സപ്ലൈ കൊടുക്കുകയും കട്ട് ചെയ്യുന്ന ടൈമിന് സീറോയിൽ നിന്ന് ഒരു വലിയൊരു ഒരു പോർഷനിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ വാല്യൂയിലേക്ക് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഒക്കെ പോകത്തില്ല. അതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ വലിയ വോൾട്ടേജിൽ നിന്ന് സീറോയിലേക്ക് പോകത്തില്ല. സോ ആ ഒരു പോയിന്റിൽ മാത്രം സ്പൈക്ക് സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ അല്ലാത്ത പക്ഷം ഇത് DC പ്രവർത്തിക്കുന്നുണ്ടാവില്ല. ഓക്കെ. ജസ്റ്റ് ആ ഒരു സ്പോട്ടിൽ മാത്രം നമുക്ക് എന്താണ് ഈ സ്വിച്ച് ഓൺ ഓഫും ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സപ്ലൈ കൊടുക്കുകയും നമ്മൾ മാറ്റുകയും ചെയ്യുന്ന ആ ടൈമിന് മാത്രം ചെറിയൊരു ഒരു സ്പൈക്ക് പോലെ അവിടെ ആ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം വേറൊന്നും അവിടെ നമുക്ക് ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ EMFും കാര്യങ്ങളും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ. ആൻഡ് ഈ ഒരു ഷോർട്ട് ടേമിലേക്കുള്ള ഈ ഒരു സ്പൈക്ക് വരുമ്പോൾ തന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറ് സാച്ചുറേറ്റഡ് ആയിട്ട് പോവാം, ഓവർ ഹീറ്റഡ് ആവാം, നമ്മുടെ വൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് അതിന്റെ ഇൻസുലേഷനും എല്ലാം നശിച്ചു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ബേൺ ആയി പോകാനുള്ള അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആയിട്ട് അത് കേടായി പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് ട്രാൻസ്ഫോമർ DC വർക്ക് ചെയ്തില്ല, AC വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ ഞാൻ പറയാം, transfer it requires a change in magnetic flux of transfer theory. So transfer energy to transfer energy, and since the DC does not change, there is no change in the flux and no voltage is produced in the output coil. Without an alternating current, the primary coil acts as a short circuit to DC. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇല്ലാതെ വരുമ്പോഴത്തേക്കും എന്താണ് പ്രൈമറി കോയിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ലിമിറ്റഡ് ബൈ ലോ റെസിസ്റ്റൻസ് ഡ്രോയിങ് എക്സസീവ് കറണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് വരുമ്പോഴത്തേക്കും എന്താണ് ലോ റെസിസ്റ്റൻസ് ആയിരിക്കും, എക്സസീവ് കറണ്ട് ആയിരിക്കും അത് ഡ്രോ ചെയ്യുന്നുണ്ടാവുക. എക്സസീവ് കറണ്ട് നമ്മുടെ വൈൻഡിങ്സിലേക്ക് കൂടെ വരുമ്പോഴത്തേക്ക് എന്താണ് ഹീറ്റ് ആവും, ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. ദിസ് കോസ് ദ കോർ ടു സാച്ചുറേറ്റ്, ഓവർ ഹീറ്റ് ആൻഡ് പൊട്ടൻഷ്യലി ഡിസ്ട്രോയ് ദ വൈൻഡിങ് ഇൻസുലേഷൻ. സോ ഇതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ DC വർക്ക് ചെയ്യത്തില്ല എന്ന് പറയുന്നതും AC വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ.